എല്ലാം റെഡിയല്ലേ? എല്ലാരും നിങ്ങൾ കൂടെ വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു ദിവസമാണ്. നമ്മളെ ടീം നന്നായിട്ട് വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്തു. എവിടെ അർജുൻ? എവിടെ നമ്മുടെ അർജുൻ പിന്നെ 50 അടിച്ച് സൂപ്പർ ക്രിക്കറ്റ് അക്കാദമിയുടെ അഭിമാനം വാനോളം അപ്പോൾ അർജുന് നമ്മുടെ ക്രിക്കറ്റ് അക്കാദമിയുടെ വകയായിട്ട് ഒരു ടീഷർട്ട് ഇപ്പോഴത്തെ ഒരു ഇമ്മീഡിയറ്റ് ഗിഫ്റ്റ് ഒരു ടീഷർട്ട് നമ്മൾ മാനേജർ കൊടുക്കുന്നു. സപ്പോർട്ട് നമുക്ക് തരുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഒരു നമ്മുടെ വേദികയുടെയും ഋത്വികയുടെയും അച്ഛൻ പിന്നെ നമുക്ക് ഈ സന്തോഷത്തിന് പിന്നെ ആഘോഷിക്കാൻ വേണ്ടി അത്യുത്തരമായ കേക്ക് പിന്നെ മുറിക്കാൻ വേണ്ടി പിന്നെ നമുക്ക് നമ്മളെ ഏൽപ്പിച്ചൊക്കെയാണ്. നമ്മൾ ആ സന്തോഷം ഇപ്പൊ പങ്കിടും. അതിനു മുമ്പ് നമ്മുടെ കോച്ച് സുൽഫി സാറ് 2 വാക്ക്. ഇന്നത്തെ പെർഫോമൻസ് ഇപ്പോഴും ഞാൻ കമ്പയർ ചെയ്യുന്ന നമ്മുടെ ഇതിന് തൊട്ട് മുമ്പത്തെ മാച്ചിലെ ആ ഒരു പെർഫോമൻസും നമ്മുടെ കറണ്ട് മാച്ചിലെ പെർഫോമൻസ് തമ്മിലുള്ള ആ ഒരു ഡിഫറൻസാണ് ഞാൻ മെയിനായിട്ട് വാച്ച് ചെയ്തത്. നമ്മൾ ബോളിങ്ങിൽ നമ്മൾ തുടക്കത്തിൽ കണ്ടമാന വൈഡ് പോയിക്കൊണ്ടിരുന്ന ഒരു അവസരത്തിലാണെങ്കിൽ ഫസ്റ്റ് 3 ഓവർ ആകെ 1 വൈഡാണ്. ദാറ്റ്സ് എ ഗ്രേറ്റ് അച്ചീവ്മെന്റ്. കുഴപ്പമില്ല. എന്നാലും വെൻ കമ്പയർഡ് ടു ലാസ്റ്റ് മാച്ച് ഇറ്റ് വാസ് മച്ച് ഇംപ്രൂവ് ആ ഒരു സൈഡ്. പിന്നെ ഫീൽഡിംഗ് എനിക്ക് പറയുന്നത് കാർത്തിക്കിന്റെ ഫീൽഡിംഗ് എക്സലന്റ് ഫീൽഡിംഗ്. ഈ സ്കോറിലേക്ക് ഇരുന്ന് നന്നായിട്ട് ഫീൽഡ് ചെയ്തു. ഒരു മിസ്ഫീൽഡ് ഓർഡർ. വെൽ ഡൺ കാർത്തിക്. പിന്നെ പലരും ബാക്കപ്പും ത്രോയും എല്ലാം. പിന്നെ കീപ്പിംഗ് മച്ച് ഇംപ്രൂവ്. ഞാൻ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ ഫീൽഡ് സെറ്റ് ഒക്കെ പറഞ്ഞു കൊടുത്തു. കറക്റ്റായിട്ട് പോയി എക്സിക്യൂട്ട് ചെയ്ത് അവർ ഇതിനേക്കാൾ വലിയ സ്കോർ ക്യാപ്റ്റൻ എക്സിക്യൂട്ട് ചെയ്തു. വെൽ ഡൺ ക്യാപ്റ്റൻ. ക്യാപ്റ്റൻ ബാക്കി അങ്ങനെ വലിയൊരു സ്കോർ പോകാതെ നമ്മൾ സീറ്റ് ചെയ്ത് കൊണ്ടുവന്നു. തിരിച്ച് നമ്മൾ ബാറ്റ് ചെയ്തപ്പോഴത്തേക്കും ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഈ ഒരു ടോപ്പ് ഓപ്പണിംഗ് ഈ പാർട്ണർഷിപ്പ് ഇവരിങ്ങനെ കൊണ്ടുവന്നുള്ളതാണ്. അത് അൺഫോർച്ചുനേറ്റ് റൺഔട്ട് ഗൗതമിന്റെ നന്നായിട്ട് കളിച്ചിട്ടുണ്ട്. ഇങ്ങനെ കഴിഞ്ഞു അവർക്ക് ആദ്യമായിട്ട് കാണത്തില്ല ഗൗതമിന്റെ ബാറ്റ് ചെയ്ത് കാണും. വൈബ് അത് എനിക്കൊരു സപ്പോർട്ട്. ഗൗതം ഇങ്ങനെ നല്ല അണ്ടർസ്റ്റാൻഡിങ് പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് ഒരു നമ്മള് ഇനി റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. ഇങ്ങനത്തെ നമ്മൾ പഠിക്കണം. ഓരോ നമ്മൾ നമ്മൾ അടുത്ത മാച്ചിൽ ഡിസ്കസ് ചെയ്താലൊക്കെ കറക്റ്റ് ചെയ്ത് പോവാം. പിന്നെ ഇവിടെ പാർട്ണർഷിപ്പ് പിന്നെ ഒരു സഡൻ പ്രൊഡക്ഷൻ വരാതിരിക്കാനായിട്ട് ആദ്യം പ്രാക്ടീസാണ് നമുക്ക് വേണ്ടത്. അർജുനോട്